അപ്പോൾ ചുരുക്കത്തിൽ അമേരിക്ക ഈസ് നോവെയർ എന്ന അവസ്ഥ വന്നു. അമേരിക്കയെ ഇന്ന് അമേരിക്ക ലോകത്തിന് മുമ്പിൽ ഇന്നൊരു എടുക്കാത്ത നാണയമായി തീർന്നു. 2, അമേരിക്കയെ ഈ ഗതിയിലെത്തിച്ചത് ട്രംപാണ് എന്നതുകൊണ്ട് അമേരിക്കൻ ജനതയും ട്രംപിനെതിരായി വലിയ തോതിൽ വന്നു. അമേരിക്കൻ കോടതി ട്രംപിനെതിരായി വിധിച്ചു. അമേരിക്കയിലെ ഗവർണർമാർ പ്രസിഡന്റിനെതിരായി പരസ്യമായി രംഗത്ത് വന്നു. 2 ഗവർണർമാർ ഈയിടെ വന്നല്ലോ, നമ്മൾ കണ്ടില്ലേ. ഈ മസാച്യുസെറ്റ്സിലെ ഗവർണർ വന്നു. ഞാൻ പറയാം, ആ അവസ്ഥയിലേക്ക് വന്നു. അമേരിക്കൻ തെരുവിൽ പ്രസിഡന്റിനെതിരെ ചരിത്രത്തിലൊരു അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഇത്ര രൂക്ഷമായ പ്രകടനങ്ങൾ നടന്നിട്ടില്ല. അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ ട്രംപിനെതിരായുള്ള വമ്പിച്ച പ്രതിഷേധം അലയൊടിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക അവർക്കും ലോകത്തിനും വേണ്ടാത്തൊരു ശക്തിയായി മാറി. ഇന്ത്യയും മോദിയുമാണെങ്കിൽ നമുക്കും ലോകത്തിനും ആവശ്യമുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് വന്നു. വിശ്വഗുരു എന്ന കൺസെപ്റ്റ് നമ്മൾ യാഥാർത്ഥ്യമാക്കി. ആ ഗുരുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് സമസ്താപരാധങ്ങൾ ഏറ്റു പറഞ്ഞിട്ട് പൊറുക്കണേ ഗുരു എന്ന് മോദിയുടെ മുമ്പിൽ വന്ന് ഇപ്പോൾ യാചിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. ഇത് കാവ്യനീതിയാണ്. ധർമ്മം പ്രവർത്തിക്കുന്നവന് എന്നായാലും വിജയം ഉണ്ടാവും. അധർമ്മകാരി എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെടും. സംഭവാമി യുഗേ യുഗേ.